ദർശന ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റിയ ബാബുരാജ്. അഞ്ചാമത് പാരാ അത്ലറ്റിക് മീറ്റ് 2025 സമാപിച്ചു. ഭിന്നശേഷി കായിക താരങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനായി സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡ് ഓഫ് തൃശൂർ, ദർശന സർവീസ് സൊസൈറ്റി, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, ദർശന ക്ലബ്, തവനിഷ് സംഘടന, DPED വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അഞ്ചാമത് പാരാ അത്ലറ്റിക് മീറ്റ് നവംബർ 22-ന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ആവേശപൂർവ്വം നടന്നു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച മത്സരങ്ങൾ വൈകുന്നേരം 3 മണിക്ക് സമാപിച്ചു. തൃശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്നായി പൊക്കം കുറഞ്ഞവർ, കാഴ്ചപരിമിതിയുള്ളവർ, OHCP ID വീൽ ചെയർ ഉപയോക്താക്കൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ 50ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. ശ്രീ സാജു ജോൺ സാഡറ്റ് ട്രഷററിന്റെ പ്രാർത്ഥനയോടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു. വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സാഡറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ C ചന്ദ്രബാബു സംസാരിച്ചു. ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത പ്രസംഗത്തിൽ കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും മുടക്കം കൂടാതെ ഈ വർഷവും മീറ്റ് നടത്താൻ സാധിച്ചതിൽ സന്തോഷവും രേഖപ്പെടുത്തി. ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കായി കൂടുതൽ പദ്ധതികളും പുതിയ സംരംഭങ്ങളും ആരംഭിക്കുമെന്നും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്നും കായിക താരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഇനിയും നൽകുമെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തൃശൂർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ സുമേഷ് C വ്യക്തമാക്കി. ഭിന്നശേഷിയുള്ള സമൂഹത്തിന് മുന്നോട്ടുള്ള ഒരു മാറ്റത്തിന് പിന്തുണ നൽകുന്ന ഈ സംഘടനകൾക്കും അതിന്റെ ഭാരവാഹികൾക്കും നന്മകൾ നേർന്ന് മുഖ്യാതിഥിയായിട്ടുള്ള ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഇരിങ്ങാലക്കുട അഡ്വക്കേറ്റ് VS ലിയോ സംസാരിക്കുകയുണ്ടായി. തുടർന്ന് ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും അത്ലറ്റ് മീറ്റിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ കോളേജിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്മകൾ നേർന്ന് സംസാരിച്ചു. ക്രൈസ്റ്റ് കോളേജ് അധ്യാപിക വന്ദന PS എന്നിവർ ആശംസ നേർന്നു. കുമാരി ലീന MJ നാട്ടിക എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ഉദ്ഘാടകൻ ദീപശിഖ കായിക താരങ്ങൾക്ക് കൈമാറി. ഗബ്രിയേൽ, സിനി K സെബാസ്റ്റ്യൻ, മുഹമ്മദ് റാഫി എന്നിവർ ദീപശിഖ തെളിയിച്ചു. ട്രാക്ക് ആൻഡ് ഫീൽഡ് വാശിയേറിയ മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സമാപന സമ്മേളനം ആരംഭിച്ചു. സമ്മേളനത്തിൽ സാഡറ്റ് ജോയിന്റ് സെക്രട്ടറി ശ്രീ രാഹുൽ PR സ്വാഗതം നേർന്നു. ഭിന്നശേഷി സുഹൃത്തുക്കളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 5 വർഷം മുന്നേ ആരംഭിച്ച ഈ മീറ്റ് 5ാം വർഷത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യ വർഷം മീറ്റ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യത്തിലേക്ക് ഒരു പരിധിവരെ വിജയത്തിലെത്തിക്കുവാൻ സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷവും അതോടൊപ്പം ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ കായിക താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മീറ്റ് നടത്തണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സ്ഥാപക ഡയറക്ടർ DSS DC സാഡറ്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉന്നതാധികാരികളുമായി സഹകരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ഉറപ്പു നൽകി. ഉദ്ഘാടന പ്രസംഗത്തിൽ ജോയിന്റ് RDO ഇരിങ്ങാലക്കുട ശ്രീ സാൻജോ വർഗീസ് അറിയിച്ചു. തുടർന്ന് 5ാമത് പാരാ അത്ലറ്റിക് മീറ്റ് വിജയികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വിശിഷ്ടാതിഥി ഫാദർ ഡോക്ടർ ജോർജ് നേരെപ്പറമ്പിൽ വേദിയിലിരിക്കുന്നവരെയും കായിക താരങ്ങളെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ക്രൈസ്റ്റ് കോളേജ് കായിക അധ്യാപിക ശ്രീമതി സൗമ്യ ആശംസ നേർന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ സീമ N തോമസ് നന്ദി പ്രകാശിപ്പിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗമായി സംസ്ഥാനതല അവാർഡ് ലഭിച്ച തവനീഷ് സംഘടനയെ കായിക താരങ്ങളും വിശിഷ്ട വ്യക്തികളും മുക്തകണ്ഠം അഭിനന്ദിച്ചു. തവനിഷ് സംഘടനയും DPED വിദ്യാർത്ഥികളുടെയും അകമഴിഞ്ഞ സഹകരണം മീറ്റിന്റെ വിജയത്തിന് പിന്തുണ നൽകി. 5ാമത് പാരാ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത എല്ലാ താരങ്ങളും ഭാവിയിലെ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. പരിപാടിയിൽ ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി മിനി ഔസേപ്പ്, ദർശന ക്ലബ് സെക്രട്ടറി ശ്രീമതി റിൻസി J പുളിക്കൻ, ദർശന മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ്, ദർശന കോർഡിനേറ്റർ ശ്രീ ജിസ്റ്റോ, പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ ജോയൽ എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ നൽകുന്നത് പിയൂസ് കോട്ടപ്പുറം, ദർശന ഭവൻ, മരിയാനഗർ, ഒല്ലൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.